അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശീലമാണ് ശുചിത്വം എന്ന വിഷയമാണ് അറിവുറവ എന്ന ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. ശുചിത്വത്തിന്, വൃത്തിക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിലെ ഏതൊരു ആരാധന കർമ്മം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൽ ശുചിത്വത്തിനുള്ള പ്രാധാന്യം വലുതാണ്. ആരോഗ്യകരമായ ശരീരത്തിനും സന്തോഷകരമായ മനസ്സിനും വൃത്തി അനിവാര്യമാണ്. അത് ശാരീരികമായ വൃത്തിയാവട്ടെ, പരിസര ശുചിത്വമാവട്ടെ, എല്ലാ രീതിയിലുമുള്ള വൃത്തിയും ശുചിത്വവും പാലിക്കുന്നവർക്കാണ് ശാരീരികവും മാനസികവുമായ ആനന്ദമുണ്ടാവുക എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ലോകത്ത് 10-1 രോഗത്തിന്റെയും കാരണം വൃത്തിയില്ലായ്മയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിലെ ഓരോ പ്രവർത്തനങ്ങളും വൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആരാധനാകർമ്മങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല മുസ്ലിമായിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാവുകയും സന്തോഷകരമായ ഒരു ജീവിതം സാധ്യമാവുകയും ചെയ്യും. ശുദ്ധമായ ഇസ്ലാമിലെ വുളൂ എന്ന് പറയുന്ന ആ ഒരു നന്മ എടുത്ത് പരിശോധിച്ച് നോക്കുക. എത്ര മനോഹരമായ ഒരു ഇബാദത്താണ് അത്. അഥവാ എപ്പോഴും വുളൂയിലായിരിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ സുന്നത്തായ കാര്യമാണ്. കൊറോണ വൈറസ് വ്യാപകമായപ്പോ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന് വേണ്ടി ലോകാരോഗ്യ സംഘടന നമ്മോട് നിർദ്ദേശിച്ച കാര്യം എന്തായിരുന്നു? കൈ കഴുകാനായിരുന്നു. സോപ്പിട്ട് നന്നായി കൈ കഴുകുക. എന്നാൽ വുളൂ പതിവാക്കുന്ന ഒരാള് എത്ര തവണ അദ്ദേഹം കൈ കഴുകും? 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ വുളൂ നിർബന്ധമാണല്ലോ. അപ്പൊ 3 തവണകളിലായി ഓരോ നേരവും കഴുകുമ്പോ 5×3 = 15 തവണ വളരെ കൃത്യമായിട്ട് കൈ കഴുകുകയാണ്. എന്നാൽ വുളൂ പതിവാക്കുന്ന ഒരാള് ആ 5 നേരം മാത്രമല്ല, മറ്റു പല തവണകളിലായി വുളൂ ചെയ്യേണ്ടി വരികയാണ്. അതിലൂടെ അദ്ദേഹത്തിന്റെ കൈ ശുചിയാവുകയാണ്. ഏറ്റവും കൂടുതൽ അണുക്കള് നമ്മുടെ ശരീരത്തിൽ പറ്റാൻ ഇടവരുത്തുന്നത് ഈ കൈയാണ്, കൈകളിലൂടെയാണ്. കൈ പലയിടങ്ങളിലും തൊടുന്നു, പലയിടങ്ങളിലും സ്പർശിക്കുന്നു. എന്നാൽ വുളൂ കൃത്യമാക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ സംരക്ഷണം നൽകുകയാണ് എല്ലാവിധ ഉപദ്രവ ജീവികളിൽ നിന്നും. നമ്മുടെ കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത അണുക്കളിൽ നിന്ന് നല്ല കൃത്യമായ ഒരു സംരക്ഷണമാണ് വുളൂയിലൂടെ സാധ്യമാകുന്നത്. വുളൂ ചെയ്യുമ്പോൾ തന്നെ മുൻകൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. മാഷാ അല്ലാഹ്, മിസ്വാക്ക് നമ്മുടെ പല്ലിന്റെ ആരോഗ്യം മാത്രമല്ല, അത് നമ്മുടെ മിസ്വാക്ക് വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണെങ്കിൽ അവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടാൻ അത് കാരണമാവും. അവരുടെ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിക്കാൻ അതൊരു കാരണമാവും. ഒരുപാട് ആന്തരികമായ അവയവങ്ങളിൽ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് പോലും പരിഹാരമാണ് കൃത്യമായി മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. വായ അശുദ്ധിയായി കഴിഞ്ഞാൽ, വായയിൽ അണുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആന്തരികമായ പല അവയവങ്ങൾക്കും കേടുപാടുകൾ വരുത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 5 നേരവും മിസ്വാക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, വുളൂവിന്റെ സമയത്ത് മിസ്വാക്ക് സുന്നത്താണല്ലോ, 5 നേരവും മിസ്വാക്ക് എന്ന ആ ഒരു നന്മ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര അണുക്കളിൽ നിന്ന്, എത്ര ഭീകരമായ രോഗങ്ങളിൽ നിന്നുള്ള ഒരു കാവലാണ് മിസ്വാക്കിലൂടെ സാധ്യമാകുന്നത്. ആ മിസ്വാക്കിന് ഇസ്ലാം എത്രത്തോളം പ്രോത്സാഹിപ്പിച്ചു എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതുപോലെ വായ കഴുകൽ, ഇത് വായ കഴുകുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇതൊക്കെ വുളൂയിലുള്ളതാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ മൂക്കിലുള്ള ഒരുപാട് മാലിന്യങ്ങൾ അതിലൂടെ കയറ്റി ചീറ്റുന്ന അവസരത്തിൽ അത് പുറത്തേക്ക് പോവുകയാണ്. വായ കഴുകുമ്പോൾ വായ ശുദ്ധിയാവുകയാണ്. അതുപോലെ മുഖം കഴുകുക വുളൂയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുഖം കഴുകുക എന്നുള്ളത്. ആ മുഖം കഴുകുന്ന അവസരത്തിൽ മുഖത്ത് പറ്റിപ്പിടിച്ച പൊടിപടലങ്ങളും മാലിന്യങ്ങളും ഇല്ലാതെയാവുകയാണ്. കൈ 2 മുട്ടോടുകൂടി കഴുകുക. കൈ 2 മുട്ടോടുകൂടി കഴുകുമ്പോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കൈകളിൽ 3 നാഡികളുണ്ട്, പ്രധാനപ്പെട്ട 3 നാഡികൾ. അത് ഹൃദയവും കരളും തലച്ചോറുമായും ഒക്കെ ബന്ധമുള്ള നാഡികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം തട്ടുമ്പോൾ അത് തലച്ചോറിന് ഉന്മേഷം പകരുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിലെ ഓരോ ആ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയതിലുള്ള അത്ഭുതങ്ങൾ. അതുപോലെ തന്നെ ചെവി തടവല്,
അതൊക്കെ ചെവി തടവി വൃത്തിയാക്കുമ്പോ ചെവിയിൽ പറ്റി പിടിച്ച മാലിന്യങ്ങൾ വൃത്തിയാവുകയാണ്. കാല് കഴുകുക, മാഷാ അല്ലാഹ്. അങ്ങനെ വുളൂവിനെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായ ഒരു ഇബാദത്താണ് വുളൂ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ആ വുളൂ പതിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോഗങ്ങളിൽ നിന്ന്, അഥവാ വൃത്തിയില്ലായ്മയിൽ നിന്ന്, ശുചിത്വമില്ലായ്മയിൽ നിന്ന് കടന്നു വരുന്ന മാരകമായ പല രോഗങ്ങളിൽ നിന്നും കാവലാണ്, സംരക്ഷണമാണ് വുളൂ എന്ന ആരാധനാ കർമ്മമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വുളൂ ഉള്ളവരാവുക, വുളൂ നിത്യമാക്കുന്നവരാവുക, ആ ശുചിത്വം നമ്മൾ പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്ത് ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരെയും ശുദ്ധിയുള്ളവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം ഇത്രയും നേരം കേട്ടവർ ഇനി അങ്ങോട്ടുള്ള ജീവിതകാലത്ത് ശുചിത്വത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായ വുളൂ അത് പതിവാക്കാൻ, അത് ശീലമാക്കാൻ നമുക്ക് സാധ്യമാവണം. ആ ശുദ്ധി ശീലമായി കൊണ്ട് നടക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.